തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. തിരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട ലാപ്പിലാണ് ഓരോരോ മത്സരാർത്ഥികളും. ഇപ്പോൾ വീടുകൾ കയറിയുള്ള പ്രചരണത്തിനാണ് സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ. ഒപ്പം തന്നെ പ്രവർത്തകരുമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ നെടുമ്പനയിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഫൈസലിനൊപ്പം വാർഡിലേക്ക് മത്സരിക്കുന്ന സാബു ജി എന്ന സ്ഥാനാർത്ഥിക്കുമൊപ്പമാണ്. രണ്ടുപേരും വാശിയേറിയ ഒപ്പം തന്നെ മത്സര രംഗത്തുണ്ട്. നേരത്തെ തന്നെ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയിലാണ്. അത് വലതുപക്ഷത്തേക്ക് പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് ഈ UDF-ന്റെ സ്ഥാനാർത്ഥികൾ നമ്മൾക്കൊപ്പം ചെയ്യുന്ന. ആദ്യം ഫൈസൽ, ജില്ലാ പഞ്ചായത്ത് എന്തായാലും പിടിച്ചെടുക്കും അല്ലേ? 100% ജനങ്ങൾ അവരുടെ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ സ്നേഹം, നെഗറ്റീവായിട്ട് ഒരു കാര്യം പോലും പറയാനില്ല. അതോടൊപ്പം തന്നെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ, അടുക്കും ചിട്ടയുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രചരണ രംഗത്ത് ഇടതുപക്ഷത്തിനേക്കാൾ മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. അത് വോട്ടായി മാറും എന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നാളിതുവരെ ഇല്ലാത്ത നിലയിൽ വീടുകളിൽ കയറിയുള്ള പ്രചരണ പരിപാടി. ഇപ്പം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് എല്ലാ വാർഡുകളിലും വീടുകളിൽ പോകുവാൻ കഴിയില്ല. എങ്കിലും എല്ലാ വാർഡുകളിലും വീടുകളിൽ മുഴുവനായിട്ട് കയറിയില്ലെങ്കിലും പരമാവധി വീടുകളിൽ കയറുവാൻ കഴിഞ്ഞു. കൂടുതൽ ആളുകളെ കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോഴും ഓരോ വീടുകളിൽ കയറി ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാർക്കറ്റുകൾ, പിന്നെ പള്ളികൾ, ജിമ്മുകൾ ഉൾപ്പെടെ എല്ലാ മേഖലയിലുമുള്ള ആളുകളെ കണ്ട് പരമാവധി വോട്ട് ഉറപ്പിക്കുക എന്നുള്ള ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സാബുജി, എങ്ങനെയുണ്ട് വാർഡിലൊക്കെ? നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ജയിച്ച് കയറി വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് എന്നോടൊപ്പമുള്ള UDF സ്ഥാനാർത്ഥികളായ ശ്രീമതി ഗായത്രി ദേവിയും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഫൈസൽ കുളപ്പാടത്തിന് നല്ല മുന്നേറ്റം എൻ്റെ വാർഡിലുണ്ടാവും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഒപ്പം തന്നെ ഇവിടെ കുഞ്ഞുങ്ങളുടെ ഫൈസി എന്ന് പറയുന്ന ഒരു കുട്ടികളുടെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി UDF-ന്റെ ഫൈസലിൻ്റെ ഒരു പ്രചരണ നോട്ടീസാണ്. ഇതിൽ കുട്ടികൾക്ക് കളിക്കാവുന്ന ഒരു മാർഗരേഖ കാണിച്ചു കൊടുക്കുന്ന ഒരു നോട്ടീസാണ്. ഇതിൽ കുഞ്ഞുങ്ങളുടെ ഫൈസി എന്ന് പേരുള്ള ഒരു തരത്തിലുള്ള നോട്ടീസ്. ഇത് കുട്ടികളെ കയ്യിലെടുക്കുന്നതിനാണോ? കുഞ്ഞുങ്ങൾക്ക് വോട്ടില്ലെങ്കിലും അവരുടെ സ്നേഹം, അവർ നമുക്ക് നൽകുന്ന ഒരു പിന്തുണ, അങ്ങനെ ഒരു പിന്തുണ നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ കുട്ടികൾക്കായിട്ട് ഒരു പ്രചരണ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ കാണുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും കുട്ടികൾ ഈ ഇലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി പര്യടനമായി ഓരോ പോയിന്റുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നമ്മെ വരവേൽക്കുന്നതും സ്വീകരിക്കുന്നതും ആഘോഷമാക്കി മാറ്റുന്നതും ഈ കുഞ്ഞു കുട്ടികളാണ്. കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ അവിടെ വന്ന് നമ്മളെ സ്വീകരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് വേണ്ടി ഇതേ രീതിയിൽ വഴികാട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയിലേക്കുള്ള വഴി കാട്ടുക എന്നുള്ളൊരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഇതേ രീതിയിൽ വഴികാട്ടുന്നതിനായിട്ടുള്ള ഒരു നോട്ടീസ് ഇറക്കിയിട്ടുള്ളത്. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ ഈ സ്ഥാനാർത്ഥികളൊക്കെ കൂട്ടി വീടുകളിലൊക്കെ പോകുമ്പോൾ ലഭിക്കുന്നത്? വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി. ഞാൻ തുടക്കം മുതൽ ഈ പ്രചരണത്തിൻ്റെ കൂടെയുള്ള ആളാണ്. ഇപ്പം കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ കലാശക്കൊട്ടിലേക്ക്. ഇതിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റും ജില്ലാ ചെയർമാനുമാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ. ഞങ്ങളിപ്പം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2 മണിക്ക് കൊട്ടിക്കലാശം ആരംഭിക്കും. വൈകിട്ട് 5 മണിക്ക് കണ്ണനല്ലൂരാണ് സമാപനം. അതിൻ്റെ റൂട്ടുകൾ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കണ്ടത്. വളരെ പ്രതീക്ഷയാണ്. 100% ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും സാബു ഉൾപ്പെടെയുള്ള ആളുകൾ ജയിക്കും. എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ഈ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരുമുള്ള. ഇനി മണിക്കൂറുകൾ കഴിഞ്ഞാൽ ആ കൊട്ടിക്കലാശത്തിന് തിരിതെളിയുകയാണ്. അങ്ങനെ ആ കൊട്ടിക്കലാശം തുടങ്ങും. അതിനൊപ്പം തന്നെ അതിന് ഉള്ളിൽ തന്നെ മാക്സിമം വീടുകളിൽ കയറി പ്രചരണം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് UDF-ൻ്റെയും LDF-ൻ്റെയും BJP-യുടെയും എല്ലാം തന്നെ ഈ സ്ഥാനാർത്ഥികളുള്ളത്. അതിൻ്റെ തിരക്കിലാണ്. എന്തായാലും ഇനി അല്പസമയത്തിനകം കൊട്ടിക്കലാശം തുടങ്ങുകയും ചെയ്യും. വീഡിയോ ജേർണലിസ്റ്റ് സബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേശ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.